ഇതിൽ ഒരു ഗൂഢാലോചനയും പ്രശ്നമില്ല. ഒരു സർക്കാർ ഓഫീസ്, DFO ഓഫീസ്, അതും ഇന്നലെ അവധി ദിവസമാണ്. ആ അവധി ദിവസത്തിൽ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഇതിലൊരു ഗൂഢാലോചനയുടെയും പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ എത്തിച്ചുകൊണ്ട് അത്ര അറസ്റ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. നമുക്കൊരു തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്റ്റേഷൻ ഹാജരുമാക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, രാത്രി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിലാണല്ലോ പോലീസ് വന്ന് നോട്ടീസ് നൽകി അർദ്ധരാത്രിയോളം കൊണ്ടുപോയത് അദ്ദേഹം തന്നെയല്ലേ? നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളോട് ഒക്കെ സംസാരിക്കാനുള്ള അവസരം നൽകി വൈദ്യപരിശോധന വേണമെന്നുണ്ടെങ്കിൽ അത് നടത്തി. എല്ലാ സാവകാശങ്ങളും എടുത്തുകൊണ്ടാണ് ആ നടപടികൾ പൂർത്തിയാക്കിയതെന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരും കൊടുത്തിട്ടുള്ള ചാനലിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. അതിനകത്ത് വേറെ ഗൂഢാലോചനയുടെ പ്രശ്നങ്ങളും ഒന്നുമില്ല. ഒരു മണ്ഡലത്തിൻ്റെ MLA ആണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി നടന്നൊരു സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു നോട്ടീസ് കൊടുത്താൽ ഒരു പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യലിന് പോലും DYSPയുടെ മുമ്പിൽ ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ രാത്രിക്ക് രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കി ജയിലിലടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ഒരു MLA പൂട്ടിയിട്ട സർക്കാർ ഓഫീസിൻ്റെ മുന്നിലേക്ക് ഒരു ജാഥ അവസാനിപ്പിച്ച് അക്രമം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? ജനങ്ങൾക്ക് മാതൃകയാവേണ്ടതല്ലേ MLA? ഇതിൽ ഏതെല്ലാം രീതിയിലുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ മണി എന്ന് പറയുന്ന ആദിവാസി യുവാവ് കാട്ടാന ചവിട്ടിക്കൊന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇത് ആദ്യത്തേതല്ല. ഒട്ടനവധി സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാട്ടിനുള്ളിൽ ഏതാണ്ട് 25 കിലോമീറ്ററിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. നാട്ടിൽ ആന ഇറങ്ങി വന്നിട്ടുള്ള ഇത്തരം നിർഭാഗ്യകരമായ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഷേധങ്ങളിൽ എവിടെയും തന്നെ ഇത്തരത്തിൽ പൂട്ടിയിട്ട സർക്കാർ ഓഫീസിൽ DFO ഓഫീസിൽ പോയിട്ട് അക്രമം നടത്തി ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു MLAയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. സമാധാനപരമായുള്ള ഒട്ടനവധി സമരങ്ങളുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഓഫീസുകളെ അടിച്ചു തകർക്കുകയോ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ പിന്നീട് അതിന് ഉദ്ഘാടനത്തിന് പോവുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്ര ഒരു ധൃതി, ഒരു തിടുക്കം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നില്ല. അല്ല, ഇത്തരം കാര്യങ്ങളിൽ അന്നെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയൊക്കെ ഇതിനപ്പുറത്തേക്ക് രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് സമരമുഖങ്ങളിൽ അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് വന്നു, നോട്ടീസ് കൊടുക്കുന്നു, നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള സാവകാശം കൊടുക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ്റെ സാവകാശം കൊടുക്കുന്നു, വൈദ്യപരിശോധനയ്ക്ക് സാവകാശം കൊടുക്കുന്നു. അങ്ങനെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. പകല് പൂട്ടിക്കിടക്കുന്ന സർക്കാർ ഓഫീസിൽ ഇത് വേണ്ടിയിരുന്നോ? അതുമില്ലേ?